ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ തിരുവചനം ശ്രദ്ധിക്കാൻ വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ബേത്ലഹേമിൽ ജനിച്ച് മരക്കുരിശിൽ മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് 40-ാം നാൾ സ്വർഗത്തിലേക്ക് കടന്നുപോയ നസറേന യേശു വീണ്ടും വരുമെന്ന് വിശുദ്ധ ബൈബിളിൽ വളരെ വ്യക്തമായി കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ 16 പ്രഭാഷണങ്ങളിലായിട്ട് നിങ്ങളോട് ഞാൻ സംസാരിച്ചു കൊണ്ടേയിരുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് കർത്താവായ യേശുവിൻ്റെ വരവിൻ്റെ ഘട്ടങ്ങളെക്കുറിച്ചാണ്. യേശു കർത്താവ് എപ്പോഴാണ് വരുന്നത്? മഹോപദ്രവകാലത്തിന് മുൻപ് വരുമോ? മഹോപദ്രവകാലത്തിന് ശേഷമാണോ കർത്താവ് വരുവാനായി പോകുന്നത്? ദൈവത്തിൻ്റെ സഭ മഹോപദ്രവത്തിലൂടെ കടന്നു പോകുമോ? ഇങ്ങനെയുള്ളയൊക്കെ ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു പ്രഭാഷണമാണ് ഇന്ന് നടത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. യേശു കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് അത് മഹോപദ്രവകാലത്തിന് മുൻപാണോ പിൻപാണോ, അതോ യേശു കർത്താവ് വന്നു കഴിഞ്ഞോ എന്നിങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് വ്യക്തമായ കൃത്യമായ മറുപടി ലഭിക്കണമെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ആഗമനങ്ങളെക്കുറിച്ചുള്ള ഒരു പൊതുവായ അറിവ് നമുക്കുണ്ടായിരിക്കേണ്ടതാണ്. യേശു കർത്താവിൻ്റെ 5 ആഗമനങ്ങളെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ ആഗമനങ്ങൾ എന്തിനാണ്, എപ്പോഴാണ് എന്ന് വിശുദ്ധ ബൈബിളിലൂടെ നാം പരിശോധിക്കുകയാണെങ്കിൽ യേശു കർത്താവ് മഹോപദ്രവകാലത്തിന് മുൻപ് വരുമോ പിൻപ് വരുമോ, അതിന് മധ്യ സമയത്ത് വരുമോ എന്നുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് വ്യക്തമായ മറുപടി ലഭിക്കും. ഒന്നാമത്തെ യേശുവിൻ്റെ വരവിനെക്കുറിച്ചുള്ള ബൈബിൾ പ്രവചനം പഴയ നിയമ പുസ്തകങ്ങളിലാണ് നമ്മൾ കാണുന്നത്. BC 1500 മുതൽ BC 400 വരെയുള്ള 1100 വർഷങ്ങൾ കൊണ്ട് എഴുതപ്പെട്ട പുസ്തകങ്ങളാണ് പഴയ നിയമ പുസ്തകങ്ങൾ എന്ന് പറയുന്നത്. അത് ജൂതന്മാരുടെ മതഗ്രന്ഥമാണ്. ദൈവം അവർക്ക് കൊടുത്തുവെന്ന് അവർ വിശ്വസിക്കുന്നു. ഈ പഴയ നിയമ ഗ്രന്ഥങ്ങൾ ദൈവം ജൂതന്മാർക്ക് കൊടുത്തുവെന്ന് മുസ്ലിങ്ങളും വിശ്വസിക്കുന്നു, ക്രൈസ്തവരും വിശ്വസിക്കുന്നു. ഈ പഴയ നിയമ ഗ്രന്ഥങ്ങളിലെ അവസാനത്തെ പുസ്തകമായ മലാക്കിയും എഴുതി പൂർത്തിയാക്കിയതിന് 400 വർഷങ്ങൾക്ക് ശേഷമാണ് യേശു കർത്താവ് ഇവിടെ ജനിക്കുന്നതും പിന്നീട് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ തുടങ്ങിയ സുവിശേഷങ്ങൾ എഴുതുന്നതും. ജൂതന്മാരുടെ മതഗ്രന്ഥത്തിൽ അഥവാ പഴയ നിയമ പുസ്തകങ്ങളിൽ യേശുവിൻ്റെ 1-ാം പുനരാഗമനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മാനവലോകത്തിനു വേണ്ടി ഈ ലോകത്തിലേക്ക് വരുവാൻ പോകുന്ന രക്ഷിതാവായ മശിഹയെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ ഉൽപ്പത്തി മുതൽ മലാക്കി വരെ നമുക്ക് കാണുവാനായി കഴിയും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, അവൻ വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനപ്രഭു, ആധിപത്യം അവൻ്റെ തോളിലായിരിക്കും എന്ന് രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. നിത്യപിതാവായ ദൈവം, വീരനാം ദൈവം ഒരു ശിശുവായി, മകനായി ഈ ഭൂമിയിൽ ജനിക്കും എന്നാണ് യേശു കർത്താവ് ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുൻപ് യെശയ്യാവ് പ്രവചിച്ചത്. ആ ശിശു ഒരു കന്യകയിലാണ് ഭൂജാതനാകാൻ പോകുന്നുവെന്നും ദൈവം നമ്മോടുകൂടി എന്ന് അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടുമെന്നും യെശയ്യാവ് പ്രവചിക്കുന്നുണ്ട്. അത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിലാണ് നാം വായിക്കുന്നത്. ഈ യേശു കർത്താവിൻ്റെ കാൽക്കരങ്ങൾ തുളയ്ക്കപ്പെടുമെന്നും തൻ്റെ വസ്ത്രം പകുത്തെടുക്കപ്പെടുമെന്നും ഇസ്രയേലിൻ്റെ രാജാവായിരുന്ന ദാവീദ് പ്രവചിക്കുന്നുണ്ട്. അത് 22-ാം സങ്കീർത്തനം 16-ാം വാക്യത്തിലാണ് നാം വായിക്കുന്നത്. ഈ സങ്കീർത്തനം യേശുവിൻ്റെ ക്രൂശ് മരണത്തിന് 1000 വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ പുസ്തകമാണ് എന്നുള്ള കാര്യം മറക്കരുത്. മാത്രമല്ല, ഈ യേശു കർത്താവിൻ്റെ ശരീരം ദ്രവിക്കുകയില്ല, ദ്രവത്വം കാണുകയില്ല, താൻ ഉയർക്കുമെന്ന് ദാവീദ് പ്രവചിക്കുന്നുണ്ട്.
അത് നമ്മൾ സങ്കീർത്തനം 16 വായിക്കുന്നുണ്ട്. യേശു കർത്താവ് ബേത്ലഹേമിൽ ജനിക്കുമെന്ന് മീഖ പ്രവചിക്കുന്നുണ്ട്. അത് മീഖ 5:2 നമ്മൾ വായിക്കുന്നുണ്ട്. ഇങ്ങനെ യേശു കർത്താവിൻ്റെ ജനനം, ജനനസ്ഥലം, മരണം, ഉയർപ്പ് എന്നീ കാര്യങ്ങൾ പഴയ നിയമത്തിലെ പ്രവചനങ്ങളായിരുന്നു. ആ പ്രവചനം പോലെ തന്നെ യേശു കർത്താവ് വിശുദ്ധ മറിയയിൽ കന്യകയിൽ ഉദരത്തിൽ ജാതനാകുന്നു, ബേത്ലഹേമിൽ ഭൂജാതനാകുന്നു, ഗോൽഗോത്തായിൽ മരക്കുരിശിൽ തറയ്ക്കപ്പെടുന്നു, അരിമത്യക്കാരനായ യോസഫിൻ്റെ കല്ലറയിൽ അടക്കപ്പെടുന്നു, 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുന്നു, 40-ാം നാൾ സ്വർഗത്തിലേക്ക് പോകുന്നു. ഇങ്ങനെ യേശുവിൻ്റെ ഒന്നാം വരവിനെക്കുറിച്ചുള്ള 100 പ്രവചനങ്ങൾ ക്രിസ്തു ജനിക്കുന്നതിന് മുൻപ് ജൂതന്മാരുടെ മതഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചിരുന്നത് പോലെ തന്നെ കർത്താവ് ആഗതനായി. ആ കർത്താവിൻ്റെ ഒന്നാമത്തെ ആഗമനത്തിൻ്റെ ചരിത്രം മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ തുടങ്ങിയ സുവിശേഷങ്ങളിൽ സവിസ്തരമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാമതായിട്ട് യേശു കർത്താവ് മണവാളനായി വരുമെന്നുള്ള പ്രവചനമാണ് വിശുദ്ധ ബൈബിളിൽ നമ്മൾ വായിക്കുന്നത്. ഇത് സംബന്ധിച്ച് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം ഞാൻ വായിക്കുന്നു. കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. യേശുവിനെ മണവാളനായിട്ടും സഭയെ കാന്തയായിട്ടുമാണ് പുതിയ നിയമത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഒരു ആത്മീക ചിത്രീകരണമാണ്. നമ്മുടെ വിവാഹം പോലുള്ള വിവാഹം യേശുവിനില്ല. അങ്ങനൊരു വിവാഹം യേശു കഴിച്ചിട്ടില്ല. ഇനി അങ്ങനൊരു വിവാഹം കർത്താവ് കഴിക്കുവാനും പോകുന്നില്ല. അതിന് കാരണം യേശു സൃഷ്ടിതാവാണ്, വീരനാം ദൈവമാണ്, നിത്യപിതാവാണ്. താൻ വിവാഹം കഴിക്കുകയാണെങ്കിൽ തൻ്റെ സൃഷ്ടിയെ വിവാഹം കഴിക്കേണ്ടി വരും. അതൊരു അധാർമികതയായതുകൊണ്ട് യേശു അക്ഷരികമായിട്ട് വിവാഹം കഴിക്കുന്നില്ല. ഇവിടെ കർത്താവിൻ്റെ വിവാഹം അല്ലെങ്കിൽ കല്യാണം, കുഞ്ഞാടിൻ്റെ കല്യാണം, കാന്ത എന്നൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാനുള്ള ഒരു ഭാഷാ ശൈലിയാണ്. യേശു കർത്താവ് സഭയുടെ കാന്തനാണ്, സഭ കർത്താവിൻ്റെ കാന്തയാണ്. ആ കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അപ്പോൾ തൻ്റെ കാന്തയ്ക്ക് വേണ്ടി കർത്താവ്, കാന്തനായ കർത്താവ് വരും എന്നുള്ള രണ്ടാമത്തെ വരവാണ് യേശുവിൻ്റെ മണവാളനായി ഉള്ള വരവിനെക്കുറിച്ച് നാം ചിന്തിക്കുന്നത്. ഇത് സംബന്ധിച്ച് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായത്തിൽ അതിൻ്റെ 2 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. യേശു കർത്താവിനെ ഒരാൾ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ കർത്താവുമായിട്ടുള്ള ഒരു വിവാഹ നിശ്ചയത്തിലേക്ക് വരികയാണ് എന്ന് ധന്യനായ പൗലോസ് ശ്ലീഹ ഇവിടെ പറയുകയാണ്. ഇതൊരു ആത്മീക ഭാഷാ ശൈലിയാണെന്ന് ഞാൻ നിങ്ങളോട് ആദ്യമായിട്ട് തന്നെ ഓർപ്പിച്ചുവല്ലോ. അങ്ങനെ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടവരെ കർത്താവ് വിവാഹം കഴിക്കേണ്ടതിന് വേണ്ടി വരും. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 9:7 നമ്മൾ വായിച്ചത്, കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, തൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അപ്പോൾ യേശുവിൻ്റെ ഒന്നാമത്തെ വരവ് എന്ന് പറഞ്ഞാൽ മനുഷ്യനായി ഈ ഭൂമിയിൽ വരിക, മാനവലോകത്തിന് വേണ്ടി മരിക്കുക, ഉയർക്കുക, സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോവുക. ആ ദൗത്യം കർത്താവ് പൂർത്തിയാക്കി. രണ്ടാമതായി കർത്താവ് വരുന്നത് താനുമായി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന, ആത്മീയ ഭാഷയിൽ തന്നെ രക്ഷകനായി സ്വീകരിച്ചവരെ, തൻ്റെ കാന്തയായി തീർന്നവരെ വേളി കഴിക്കേണ്ടതിന് വേണ്ടി കർത്താവ് വരും. അതിന് കർത്താവ് മണവാളനായി വരും എന്ന് നാം പറയുന്നു. മൂന്നാമതായിട്ട് യേശു രാജാവായിട്ട് വരും. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 44 മുതലുള്ള വാക്യം. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്തൊരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വം വേറെ ഒരു ജാതിക്കും ഏൽപ്പിക്കുകയില്ല. അത് ഈ രാജ്യങ്ങളെയൊക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. ബാബിലോൺ, മേദ്യ, പേർഷ്യ, ഗ്രീസ്,
റോം തുടങ്ങിയ സാമ്രാജ്യങ്ങളെക്കുറിച്ച് പ്രവചിച്ചതിന് ശേഷം ദൈവം സ്ഥാപിക്കുന്ന ഒരു രാജ്യത്തെക്കുറിച്ച് ഇവിടെ ദൈവം ദാനിയേലിലൂടെ സംസാരിക്കുകയാണ്. ദൈവം ഇവിടെ ഒരു രാജ്യത്വം സ്ഥാപിക്കും. അതിലാരായിരിക്കും രാജാവ്? യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 32:1 നമ്മളിങ്ങനെ വായിക്കുന്നു, ഒരു രാജാവ് നീതിയോട് വാഴും. ആരാണ് ഈ രാജാവ്? വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ ഈ രാജാവ് നമ്മുടെ കർത്താവായ യേശുവാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ആ ഭാഗം ഞാൻ വായിക്കാം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ടുവാഴും. അപ്പോൾ 1000 വർഷം ഈ ഭൂമിയെ ഭരിക്കുവാൻ പോകുന്നത് നസ്രയനായ യേശുവാണ്, ആ ഒരു രാജാവ്. അപ്പോൾ ഇത് യേശു കർത്താവിൻ്റെ മൂന്നാമത്തെ ആഗമനം, അഥവാ യേശു കർത്താവ് രാജാവായി ഭരിക്കുവാൻ വരുന്ന ആഗമനത്തെക്കുറിച്ചുള്ള പ്രവചനം. അടുത്തതായിട്ട് നാം കാണുന്നത് യേശു ന്യായാധിപനായിട്ട് വരാൻ പോകുന്നു. യൂദായുടെ ലേഖനം 14 വാക്യം. ആദാം മുതൽ 7-മനായ ഹാനോക്കും ഇവരെക്കുറിച്ച്. വാക്യം 15. ഇത് കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോട് ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾക്ക് നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെ ഒക്കെയും ബോധ്യം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടി വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. ഹാനോക്ക് ആദാം മുതൽ 7-മനാണ്. ഒരുപക്ഷെ മനുഷ്യൻ പ്രവചിച്ച പ്രവചനങ്ങളിൽ യേശു ന്യായാധിപനായി വരുവാൻ പോകുന്ന 4-മത്തെ വരവിനെക്കുറിച്ചാണ് ആദ്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ബൈബിൾ പ്രവചനങ്ങളെല്ലാം ചിലത് 1-മതും 2-മതും, ചിലത് 4-മതും, ചിലത് 4-മത് വരേണ്ടത് 1-മതും ഒക്കെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ദൈവം ഭാഗമായും വിവിധവുമായിട്ടാണ് ഓരോ വ്യക്തികളോട് സംസാരിച്ചിട്ടുള്ളത്. അവയെല്ലാം ക്രോഡീകരിച്ചതാണ് വിശുദ്ധ ബൈബിൾ. അപ്പോൾ യേശുവിൻ്റെ 4-മത്തെ ആഗമനത്തെക്കുറിച്ചാണ് മനുഷ്യൻ പ്രവചിച്ച പ്രവചനങ്ങളിലെ ആദ്യത്തെ പ്രവചനം, അഥവാ ന്യായാധിപനായിട്ട് വരുവാൻ പോകുന്ന യേശുവിനെക്കുറിച്ച്. അത് കഴിഞ്ഞാണ് യേശു മനുഷ്യനായി വരുവാൻ പോകുന്ന ആ വരവിനെക്കുറിച്ച് യെശയ്യാ തുടങ്ങിയ ആൾക്കാർ പ്രവചിച്ചത്. ഹാനോക്ക് പ്രവചിച്ച ഈ പ്രവചനങ്ങളുടെ നിവൃത്തി വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശു കർത്താവ് വെള്ളസിംഹാസനത്തിൽ ന്യായവിധിക്കായിട്ടിരിക്കുന്നു. മരിച്ചവരെല്ലാം ഉയർത്തെഴുന്നേറ്റ് കർത്താവിൻ്റെ മുൻപിൽ നിൽക്കുന്നു. അവർ ചെയ്ത പാപങ്ങൾ അവർക്ക് ബോധ്യം വരുത്തിയിട്ട് അവരെ ശിക്ഷിക്കുന്ന യേശുവിനെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ. അങ്ങനെ യേശു കർത്താവിൻ്റെ 4-മത്തെ ആഗമനം ന്യായം വിധിക്കുവാൻ വരുന്ന വരവിനെക്കുറിച്ചുള്ള പ്രവചനമാണ്. 5-മത്തെ ആഗമനത്തെക്കുറിച്ച് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് ശ്രദ്ധിക്കുക. പത്രോസിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. വാക്യം 9. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടിമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കയാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദിവസത്തിൻ്റെ വരവും കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുള്ളവർ ആയിരിക്കണം. എന്നാൽ നാം അവൻ്റെ വാഗ്ദത്തപ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നു.
ഇവിടെ പുതിയ ആകാശമുണ്ടാക്കി, പുതിയ ഭൂമി ഉണ്ടാക്കി ദൈവം തൻ്റെ മക്കളോടൊപ്പം പാർക്കുന്ന ആ അഞ്ചാമത്തെ വരവിനെക്കുറിച്ചാണ് പത്രോസ്ലീഹ ഇവിടെ പ്രസ്താവിക്കുന്നത്. അതിനു മുൻപായിട്ട് ആകാശമൊക്കെ, ഇന്നത്തെ ആകാശമൊക്കെ കത്തി അഴിഞ്ഞു മാറണം, ഭൂമി കത്തി ഉരുകി നവഭൂമിയായിത്തീരണം, നവ ആകാശമായിത്തീരണം. ഇത് സംബന്ധിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. വെളിപ്പാട് പുസ്തകം 21. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രം ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടി ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോടുകൂടി വസിക്കും, അവർ അവൻ്റെ ജനമായിത്തീരും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടിയിരിക്കും, അവനവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും, ഇനി മരണമുണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഇത് പുതിയ യെരൂശലേം വാസത്തെക്കുറിച്ചുള്ള പ്രവചനമാണ്. അത് കർത്താവിൻ്റെ 5ാം വരവാണ്. ഇങ്ങനെ വിശുദ്ധ ബൈബിൾ നമ്മൾ പഠിക്കുകയാണെങ്കിൽ യേശുവിനെക്കുറിച്ച് മനുഷ്യനായി വരും, മണവാളനായി വരും, രാജാവായി വരും, ന്യായാധിപനായി വരും, പുതിയ യെരൂശലേമുമായി പുതിയ ഭൂമിയിൽ എന്നേക്കും പാർക്കുവാനായിട്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ഇങ്ങനെ 5 വരവുകൾ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ 5 വരവുകൾ എന്തിനു വേണ്ടിയാണ്, എങ്ങനെയാണ്, എപ്പോഴാണ് എന്ന് നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ കർത്താവ് മഹോപദ്രവകാലത്തിന് മുൻപ് വരുമോ, പിൻപ് വരുമോ, അതിൻ്റെ മധ്യത്തിൽ വരുമോ എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായി കഴിയും. ഈ ചിന്ത, ഈ വാക്യങ്ങൾ, ഈ വചനങ്ങൾ നിങ്ങൾ ആഴമായി പഠിക്കണം. ഇത് എല്ലാം ഒന്നിച്ച് ചില വാക്യങ്ങളിൽ കാണും, ചിലത് മുൻപിലും പുറകിലുമൊക്കെ ആയിട്ട് കാണും. കർത്താവിൻ്റെ എല്ലാ വരവുകളും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയോജനകരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി കർത്താവ് മണവാളനായി വരുന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. അതിനു മുൻപായിട്ട് അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 2 മുതലുള്ള വാക്യം ഞാൻ വായിക്കുന്നു. കർത്താവിൻ്റെ നാൾ അടുത്തിരിക്കുന്നുവെന്ന് വെച്ച് നിങ്ങൾ വല്ലോ ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതിയെന്ന ഭാവത്താലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോകുകയും അരുത്. ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളിയത്രേ. അപ്പോൾ യേശു കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എതിർ ക്രിസ്തു വെളിപ്പെട്ടതിന് ശേഷം മാത്രമേ യേശു കർത്താവ് വരികയുള്ളൂ. അതുകൊണ്ട് യേശു വരുന്നു എന്ന് പറഞ്ഞ് ആരും നിങ്ങളെ ചതിക്കരുത്. ഇവിടെ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കർത്താവിൻ്റെ 3ാമത്തെ ആഗമനം അഥവാ യേശു രാജാവായി വരുന്നതിനെക്കുറിച്ചാണ്. യേശു രാജാവായി വരുന്നതിനു മുൻപ് എതിർ ക്രിസ്തു വരും, അവനിവിടെ ഭരണം നടത്തും. അവൻ്റെ ഭരണത്തിന് ശേഷം മാത്രമേ യേശു രാജാവായിട്ട് ഇവിടെ ഭരിക്കുകയുള്ളൂ. അവൻ്റെ ഭരണത്തെ തച്ചുടയ്ക്കാനായിട്ടും കൂടിയാണ് യേശു രാജാവായിട്ട് വരുന്നത് എന്നാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം. ഇത് യേശു കർത്താവിൻ്റെ 3ാം ആഗമനത്തെക്കുറിച്ചുള്ള ദൂതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് യേശുവിൻ്റെ 2ാം ആഗമനമാണ്, അഥവാ മണവാളനായിട്ടുള്ള വരവ്. തൻ്റെ കാന്തയെ വേളി കഴിക്കാനായിട്ട് വരുന്ന ആ വരവിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് നമ്മുടെ കർത്താവായ യേശു പറയുന്ന വചനങ്ങൾ ശ്രദ്ധിക്കുക. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 44-ാം വാക്യം, നിങ്ങൾ നനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിപ്പീൻ. നനയാത്ത നാഴികയിൽ എന്ന് പറഞ്ഞാൽ
അതിനു മുൻപ് പ്രത്യേകമായ അടയാളങ്ങളൊന്നുമില്ല. നിങ്ങൾ നനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരും. മത്തായി 24:36. ആ നാളും നാഴികയും സംബന്ധിച്ചോ എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടി അറിയുന്നില്ല. കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ഇവിടെ പറയുകയാണ്. കർത്താവിൻ്റെ ആ വരവിനെക്കുറിച്ച് ആരും അറിയുന്നില്ല, ദൂതന്മാരറിയുന്നില്ല, മനുഷ്യരറിയുന്നില്ല. അതുകൊണ്ട് നനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങൾ ഉണർന്നിരിപ്പീൻ. ഈ വരവിനെ നമ്മൾ കർത്താവിൻ്റെ രഹസ്യവരവെന്ന് പറയും. യേശു രാജാവായി വരുന്നത് എല്ലാവരും കാണുകയാണ്. വെളിപ്പാട് 1:7 നമ്മൾ വായിക്കുന്നുണ്ട്, ഇതാ സകല കണ്ണും കുത്തിത്തുളച്ചവരും അവനെ കാണും. അതുപോലെ എതിർ ക്രിസ്തു വെളിപ്പെടാതെ കർത്താവ് രാജാവായി വരികയില്ല. അതിന് വ്യക്തമായ കൃത്യമായ അടയാളങ്ങൾ ഉണ്ട്. എന്നാൽ യേശു കർത്താവ് മണവാളനായി വരുന്നത്, അഥവാ തൻ്റെ കാന്തയെ വേളി കഴിക്കാൻ വരുന്നത്, ആ നാളിൻ്റെ ആ നാഴികയുടെ കാര്യങ്ങൾ ദൈവം ആർക്കും വെളിപ്പെടുത്തുന്നില്ല. ഏത് നാഴികയിലും വരാം, ഏത് സമയത്തും വരാം. തൻ്റെ കാന്ത ഒരുങ്ങിയിരിക്കണം. ഇത് സംബന്ധിച്ച് പൗലോസ് പറയുന്നത്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ആകാശത്തിലിറങ്ങി വരും. ഇവിടുന്ന് ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ് ജീവനോടിരിക്കുന്നവർ യേശുവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയാണ്, കർത്താവിൻ്റെ അടുക്കിലേക്ക് പോകുകയാണ്. അത് കർത്താവിൻ്റെ രണ്ടാം വരവാണ്. അത് കർത്താവ് തൻ്റെ സഭയ്ക്ക് വേണ്ടി വരുന്നതാണ്. അത് കർത്താവ് തൻ്റെ കാന്തയെ വേളി കഴിക്കാൻ വരുന്നതാണ്. ആ വരവ് ഏത് നിമിഷവും സംഭവിക്കാം. വാത്സല്യ സഹോദര, നീ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? സ്നാനപ്പെട്ടിട്ടുണ്ടോ? അഭിഷേകം പ്രാപിച്ചിട്ടുണ്ടോ? ആ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുന്നുണ്ടോ? ഇതാ യേശു വരാറായി. ഒരുങ്ങുക, ഉണരുക. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഏവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, അവിടുന്ന് മനുഷ്യനായി വന്നു, ഇനി മണവാളനായി വരും, രാജാവായി വരും, ന്യായാധിപനായി വരും, പുതിയ ഭൂമിയിൽ തൻ്റെ മക്കളോടൊപ്പം എന്നും പാർക്കുവാനായിട്ട് വരും. ഈ എല്ലാ വരവുകളും ഞങ്ങൾക്ക് പ്രയോജനകരമായി തീരേണ്ടതിന് അങ്ങിൽ ആശ്രയിച്ച് ജീവിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് ഏവർക്കും നൽകുമാറാകണമേ. യേശു കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയമുള്ളവരെ, ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ പുനരാഗമനം എന്ന വിഷയത്തിൻ്റെ 18ാമത്തെ പ്രഭാഷണം കേൾക്കുന്നത് വരെ കർത്താവിൻ്റെ കൃപ നിങ്ങളോടേവരോടും കൂടി ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.